മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസുമായി നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത് സാറിനോട് US മാർക്കറ്റിനെ പറ്റി തന്നെയാണ്. US മാർക്കറ്റ് നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കാൻ സാധിക്കുമ്പോൾ ഇന്നലെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് 0.37% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. S&P 500-ൽ 0.3% ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്ക് 0.5% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ നമ്മൾ US ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് പല ഓഹരികളിലും നമ്മളൊരു ഇടിവും രേഖപ്പെടുത്തിയിരുന്നു. എക്സ്പെഷ്യലി ഓട്ടോ സൂചികയിൽ നിന്നുള്ള ഓഹരികൾ. ജനറൽ മോട്ടോഴ്സ് 7% അധികം ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഫോർഡിൻ്റെ വില ഏകദേശം 3.9% ഒരു ഇടിവ് എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും US മാർക്കറ്റ് ഇന്നലെ ഒരു ഇടിവിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സാറിൻ്റെ ഒരു വ്യൂ എന്താണ് US മാർക്കറ്റിൽ? വിഷ്ണു, നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 1.5 മാസമായിട്ട് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സിലും നാസ്ഡാക്കിലും ബെയറിഷായി മാറിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ഇതേ ഫോറത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിക്കവറി വെറും ഒരു ഷോർട്ട് കവറിങ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ 2 സെഷൻസിൽ നമുക്കൊരു വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ നേരിടാൻ കണ്ടത്. ഇപ്പൊ എൻ്റെ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോഴേക്കും എനിക്ക് കിട്ടുന്ന ഒരു ഫീല്, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ബോട്ടം കണ്ടു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വരും സെഷൻസിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള സ്റ്റോക്സിലൊക്കെ തന്നെ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് അമേരിക്കൻ വിപണി ഈ ലെവലിൽ നിന്നും കാര്യമായിട്ട് താഴോട്ട് പോകത്തില്ല എന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ. നല്ലൊരു സപ്പോർട്ട് ബേസ് 41,600 41,700 പോയിന്റിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് 42,800 പോയിന്റ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 43,100, അതിനുശേഷം 43,500 പോയിന്റ് റെസിസ്റ്റൻസ് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സെയിം സിറ്റുവേഷൻ. അറ്റ് ദ മൊമെന്റ് നാസ്ഡാക്ക് ഇൻഡെക്സിലെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ട്രെൻഡ് റിവേഴ്സലിനുള്ള നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നാസ്ഡാക്ക് ഇൻഡെക്സിലും ഫോം ചെയ്തിട്ടുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിൽ നമ്മൾ ഇനിയിപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 19,700. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവായിട്ട് എനിക്ക് കാണുന്നത്. നമുക്കൊരു കൺഫർമേഷൻ ഇന്ന് ലഭിക്കണമെങ്കിൽ 19,990 പോയിന്റ് മുകളിൽ നാസ്ഡാക്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 20,150, അതിനുശേഷം 20,500. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 20,600 പോയിന്റ്. സാർ, ഇനി നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്ന് ബ്രെൻഡ് ക്രൂഡ് 0.08% ഒരു നേട്ടമാണ് കാണുന്നത്. ക്രൂഡ് ഓയിൽ 0.12% ഒരു നേട്ടവുമാണ് കാണുന്നത്. ഏതായാലും ഈ ഒരു ട്രേഡിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് ക്രൂഡിൽ കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ ഏറ്റവും മുഖ്യമായിട്ട് ഇപ്പോൾ ഇന്നത്തെ വ്യാപാരത്തിൽ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് $71, അതിനുശേഷം $72.50. സോ അറ്റ് ദ മൊമെന്റ് നമ്മൾ ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ലോങ് പൊസിഷൻസും കറന്റ് ലെവൽസിലും നമുക്ക് റിസ്ക് കുറഞ്ഞെടുക്കാനുള്ള പോസിബിലിറ്റി കാണുന്നില്ല. സാർ, നമുക്കിനി ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 0.4% ഒക്കെ ഒരു നേട്ടം ഗോൾഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും ഒരു പോസിറ്റീവായ രീതിയിലാണ് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് ഇന്നലെ വീണ്ടും നമുക്ക് സ്വർണത്തിന്റെ കേസിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു നമുക്ക് നൽകിയത്. അടുത്ത 2 മേജർ ടാർഗറ്റ്സ് സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നത് $3,900, അതിനുശേഷം 3,140. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 2,990 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ അണ്ടർ ടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു.
സാർ നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ നിഫ്റ്റി 50 ഇന്നലെ പോസിറ്റീവ് ആയൊരു രീതിയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ഇൻട്രാഡേ ഹൈ രേഖപ്പെടുത്തിയത് നിഫ്റ്റി 50യുടെ ഇൻട്രാഡേ ഹൈ ആയിട്ട് ഇന്നലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 23,646 എന്നൊരു ലെവലിൽ ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഇന്നലെ നിഫ്റ്റി 50ക്ക് സാധിച്ചിരുന്നു. ഇന്നലത്തെ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് 23,591 എന്നൊരു ലെവലിലാണ്. 105 പോയിൻറ്റിൻ്റെ ഒരു നേട്ടമാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിലും നമുക്ക് ഇന്നലത്തെ ആരംഭ നിമിഷങ്ങളിൽ ഒരു നേരിയ വീക്ക്നെസ് കണ്ടെങ്കിലും പിന്നീട് നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ വീണ്ടും ഒരു റിക്കവറി ആയിരുന്നു കാണാൻ സാധിച്ചത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നിഫ്റ്റി 50യിലും കാണുന്നുണ്ട്. ഞാൻ നേരത്തെ ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്കിന്റെ ബുള്ളിഷ് സെറ്റപ്പിനെ കുറിച്ച് പറഞ്ഞു. അതേ ഒരു ബുള്ളിഷ് സെറ്റപ്പ് എനിക്ക് നിഫ്റ്റി 50യിലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 23,700, അതിനുശേഷം 24,200. അത് രണ്ടും ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള രണ്ട് മേജർ റെസിസ്റ്റൻസ് 24,500, 24,900. മാർക്കറ്റിൽ നിരവധി ലോ റിസ്ക് ബൈയിങ് അവസരങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള കമ്പനീസ് സ്റ്റഡി ചെയ്യുക, ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക, ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക, ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സാർ ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് 366 പോയിന്റിൻ്റെ ഒരു നേട്ടം ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയിരുന്നു. 51,575 എന്നൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലത്തെ ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ 51,714 എന്നൊരു ലെവലിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായത്. സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി 50യിൽ ഇപ്പോൾ കുറേ ലോങ് ടൈം പൊസിഷൻ എടുക്കാനുള്ള ഒരു സാധ്യതകൾ സാർ വിലയിരുത്തിയല്ലോ. ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണ് സാറിൻ്റെ ഒരു വ്യൂ? ലോങ് ടൈം പൊസിഷൻസ് എടുക്കാനുള്ള ഒരു വ്യൂ ആണോ അതോ ഷോർട്ട് ടൈം ആണോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ട്രേഡിംഗ് സിനാരിയോയിൽ? നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ മാർച്ച് മാസത്തിന്റെ ആരംഭം മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നിഫ്റ്റി 50 ഔട്ട് പെർഫോമൻസ് ആയിരുന്നു നമുക്ക് നൽകിയിരിക്കുന്നത്. വളരെ വളരെ സ്ട്രോങ് ഒരു ബുള്ളിഷ് സെറ്റപ്പ് ആ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് അത് ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറാൻ ചാൻസസ് ഉണ്ടെന്ന്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഓൾറെഡി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു ബുള്ളിഷ് ലോങ് ടേം ട്രെൻഡിലോട്ട് മാറിക്കഴിഞ്ഞു. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 52,150. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അത് താമസിക്കാതെ ബ്രേക്ക് ചെയ്യപ്പെടും. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 53,200, അതിനുശേഷം 54,300 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. സാർ ഇനി ഒരു സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ ആദ്യം ചോദിക്കാനുള്ളത് ജിൻഡാൽ സ്റ്റെയിൻലെസ്സിനെ പറ്റിയാണ്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 2% ഒരു ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയത്. നിലവിൽ 581 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജിൻഡാൽ സ്റ്റെയിൻലെസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ന്യൂസ് ലഭ്യമായിരിക്കുന്നത് മഹാരാഷ്ട്ര സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാണ സൗകര്യം സ്ഥാപിക്കുന്നതിനായി ഏകദേശം 40,000 കോടിയാണ് മഹാരാഷ്ട്രയിൽ ഈ ഒരു കമ്പനി നിക്ഷേപിക്കാൻ പദ്ധതി ഇടുന്നു എന്നൊരു ന്യൂസുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നിലവിലുള്ള ട്രെൻഡ് എനിക്ക് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റിംഗ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നാൽ ഈ സ്റ്റോക്ക് പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി തൽക്കാലം മാറ്റി നിർത്തുക. നമ്മൾ ശക്തമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്ന സ്റ്റോക്സിലൊക്കെ ആയിരിക്കാം നമ്മുടെ ഫോക്കസ് മുഴുവൻ. ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള കമ്പനീസിലായിരിക്കാം നമ്മുടെ ഫോക്കസ്. ഞാൻ നേരത്തെ ബാങ്കിങ് ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നിഫ്റ്റി 50യിലും വെയിറ്റേജ് ഉണ്ട്, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും വെയിറ്റേജ് ഉണ്ട്. ഇതിൽ വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇമ്മീഡിയറ്റ് ഹേർഡിൽ 780 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 890. അത് ബ്രേക്ക് ചെയ്യുന്ന 810, 820, 840. സാർ അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെ പറ്റിയാണ്. സ്റ്റോക്ക് ഇന്നലെ ഒരു 0.37% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 വീക്കുകളിലായിട്ടൊരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. BLനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ന്യൂസായിട്ട് ഇപ്പോഴുള്ളത് കമ്പനി മാർച്ച് 12 മുതൽ ഏകദേശം 1,385 കോടി രൂപയുടെ ഒരു അധിക ഓർഡറുകൾ നേടിയിട്ടുണ്ട് എന്നൊരു ന്യൂസ് ലഭ്യമായിട്ടുണ്ട്. ഈ ഒരു സാമ്പത്തിക വർഷത്തിലാകെ 18,415 കോടി രൂപയുടെ ഓർഡറുകളാണ് ഇപ്പോൾ കമ്പനിയുടെ കയ്യിലുള്ളത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ഭാരത് ഇലക്ട്രോണിക്സിന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു.
നിഫ്റ്റിയോടൊപ്പം തന്നെ നമുക്ക് ഈ മാസം നല്ല നേട്ടം നൽകിയൊരു സ്റ്റോക്കാണ് ഭാരത് ഇലക്ട്രോണിക്സ്. ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിലും നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യത്തത് 311, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 318, 325, 330. സാർ, അടുത്ത ഒരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ 0.2% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് നേടിയത്. കഴിഞ്ഞൊരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ ഏകദേശം 16% മുകളിൽ ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോക്കിനെ പറ്റി ഒരു ന്യൂസായിട്ട് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഇന്ത്യൻ പ്രതിരോധ സേനയിൽ നിന്ന് ഏകദേശം 2978 വാഹനങ്ങളുടെ ഓർഡർ കമ്പനിക്ക് പുതിയതായി ലഭിച്ചു എന്നൊരു വാർത്തയുമുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ഫോഴ്സ് മോട്ടോഴ്സിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഫെബ്രുവരി മാസം മുതൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് നിഫ്റ്റി 50 ഔട്ട് പെർഫോമൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എക്സ്ട്രീംലി ബുള്ളിഷ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 9,000 റുപ്പീസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് 9,165, 9,665 ആൻഡ് 10,100 ഈ 3 ലെവൽസ് ആയിരിക്കും നമ്മൾ ടാർഗറ്റ്സ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. സാർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് റെയ്മണ്ടിനെ പറ്റിയാണ്. റെയ്മണ്ട് ഇന്നലെ നോക്കുമ്പോൾ 0.6% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞൊരു വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോൾ സ്റ്റോക്ക് 20% ഒരു മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ ഒരു ന്യൂസിനെ പറ്റി നമുക്കിപ്പോൾ ഷെയർ ചെയ്യാനുള്ളത്, റെയ്മണ്ട് മുംബൈയിലെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ആൻഡ് റെയ്മണ്ട് റിയാലിറ്റി അവരുടെ ഓഹരി ഉടമകൾ തമ്മിലുള്ള സ്കീം ഓഫ് അറേഞ്ച്മെൻറ്റ് അംഗീകരിച്ചു എന്നൊരു ന്യൂസ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. റെയ്മണ്ടിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? റെയ്മണ്ട് കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുന്നത്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്കിൽ. പക്ഷേ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് എന്നുള്ളൊരു കാര്യം മറക്കരുത്. ഇത് ഇൻവെസ്റ്റിങ്ങിന് വേണ്ടി ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം നോട്ട് വെരി ക്ലിയർ. പേഴ്സണലി ഞാൻ ഈ സ്റ്റോക്ക് അത്ര വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യാറില്ല. എങ്കിലും ഇതിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. 1,450 രൂപ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 1,490, 1,570, 1,650 ഇത് മൂന്നുമായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയാസ്. സാർ, അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസിലുള്ളത് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. ജിയോയുടെ നോക്കുമ്പോൾ 1.5% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 225 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഫിനാൻസ് അൺഫോർച്ചുനേറ്റ്ലി നിഫ്റ്റി 50 അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജിയോ ഫിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിലെ ശക്തമായിട്ടൊരു മുന്നേറ്റം നമുക്ക് കാണണമെങ്കിൽ 240 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഭാരതി എയർടെലാണ്. ഭാരതി എയർടെൽ നോക്കുമ്പോൾ ഇന്നലെ 0.8% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്കിൽ ഇന്നലെ ഒരു ക്ലോസിംഗ് പ്രൈസായിട്ട് കാണുന്നത് 1,724 എന്നുള്ളൊരു പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു വീക്കിൽ 5% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. എയർടെലിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? എയർടെലിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് 1,780 കാണുന്നുണ്ട്. ആ ഒരു ലെവലിലാണ് നിലവിലുള്ള ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്നത്. സോ ഇതിന്റെ അണ്ടർടോൺ ബുള്ളിഷ് ആണെങ്കിൽ പോലും റിസ്ക് ടു റിവാർഡ് റേഷ്യോ നോക്കുമ്പോഴേക്കും എനിക്കൊരു പൊസിഷൻ എടുക്കാൻ ഒരു ഫീല് കിട്ടുന്നില്ല. ബിക്കോസ് നമ്മൾ റിസ്ക് ടു റിവാർഡ് റേഷ്യോ നോക്കുമ്പോഴേക്കും വേറെ നിരവധി സ്റ്റോക്സിൽ ഇതിനേക്കാൾ മികച്ച റിസ്ക് ടു റിവാർഡ് റേഷ്യോ നമ്മുടെ കൈവശമുണ്ട്. സാർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് NTPC ഗ്രീൻ എനർജിയാണ്. നിലവിൽ നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ 3.12% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. നിലവിൽ 103 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡഡ് പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? NTPC ഗ്രീൻ ലിസ്റ്റ് ചെയ്തതിന് ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു സ്റ്റോക്ക് NTPC ഗ്രീൻ. ആൻഡ് NTPC ഗ്രീനിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 105 രൂപ. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് വലിയൊരു മുന്നേറ്റം തന്നെ പ്രതീക്ഷിക്കാം. സോ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് പഠിക്കുക, പൊസിഷൻ എടുക്കാൻ തീർച്ചയായിട്ടും ഇന്ന് അവസരങ്ങൾ ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് അദാനി എനർജി സൊല്യൂഷൻസ് ആണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 8.7% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞൊരു വീക്കിലി പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ കുറച്ച് വീക്കുകളായി ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗ് ആണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അഡാനി ഗ്രീനിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ എനിക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിന്റെ കേസിൽ ഒരേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സിൽ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ കമ്പനികൾക്കൊക്കെ ഇപ്പോഴും ഒത്തിരി ഡെറ്റ് ഉണ്ടെന്നുള്ള ഒരു കാര്യം മറക്കരുത്. പ്യുവർ ട്രേഡിംഗ്, പ്യുവർ സ്പെക്കുലേഷൻ, പ്യുവർ മൊമെന്റം, പ്യുവർ ഷോർട്ട് ടേമിന് വേണ്ടി ആയിരിക്കും ഈ സ്റ്റോക്ക് പ്ലേ ചെയ്യേണ്ടത്. റിസ്ക് ടു റിവാർഡ് റേഷ്യോ ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെ ആദ്യത്തെ മേജർ ഹേർഡിൽ എന്ന് പറയുന്നത് 920, അതിനുശേഷം 1040 ആയിരിക്കും. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് ആണ്. ഇന്നലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ രീതിയിലൊരു മുന്നേറ്റം ഇന്നലത്തെ ട്രേഡിങ്ങിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചിരുന്നു. 8% ഒരു മുന്നേറ്റമാണ് സ്റ്റോക്കിൽ ഇന്നലെ ഉണ്ടായത്. നിലവിൽ 125.4 എന്നുള്ളതാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? എക്സലന്റ് ബുള്ളിഷ് സെറ്റപ്പ്. ഇൻഫാക്ട് ഞാൻ ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്കറിയാം നിരവധി ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ പൊസിഷൻ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 130, ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആയിട്ട് എനിക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ടാറ്റ എലക്സിയാണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ 2.68% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. നിലവിൽ 5417 എന്നുള്ളതാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞൊരു വീക്ക് നോക്കുമ്പോൾ ഒരു 4% ഒരു നേരിയ ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മന്ത്ലി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 14% ഒരു ഇടിവും സ്റ്റോക്ക് രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടാറ്റ എലക്സി അൺഫോർച്ചുനേറ്റ്ലി അണ്ടർ പെർഫോമൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഇന്നത്തെ വ്യാപാരത്തിൽ ഈ സ്റ്റോക്കിൽ ഞാൻ ഒരിക്കലും ഒരു പൊസിഷൻ എടുക്കാൻ അഡ്വൈസ് ചെയ്യത്തില്ല. കാര്യം ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേറെ നിരവധി സ്റ്റോക്കുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ ഫേവറബിൾ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള അത്തരം കമ്പനീസിലായിരിക്കണം നമ്മുടെ ഫോക്കസ് മുഴുവൻ. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് IT സൂചികയിൽ നിന്ന് തന്നെയുള്ള ഒരു ഓഹരിയെ പറ്റിയാണ്, വിപ്രോയെ പറ്റിയാണ്. വിപ്രോ നോക്കുമ്പോൾ 1.8% ഒരു നേട്ടമാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 272 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിപ്രോയിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വിപ്രോയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കും IT മേജേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും ഒരു അണ്ടർ പെർഫോമൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ വിപ്രോയേക്കാൾ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഞാനൊരു ഡിസ്ക്ലോഷർ നൽകുന്നു. എനിക്ക് ഓൾറെഡി ടാറ്റ കൺസൾട്ടൻസിയിൽ നിലവിലൊരു ലോങ് പൊസിഷൻ നിലവിലുണ്ട്. ഇന്നത്തെ വ്യാപാരത്തിൽ ഞാൻ പുതിയ പൊസിഷൻ ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് നല്ലൊരു സെറ്റപ്പ് കാണുന്നുണ്ട്. 3800 ആദ്യത്തെ റെസിസ്റ്റൻസ്, അതിനുശേഷം 3950, അതിനുശേഷം 4150. അതുപോലെ തന്നെ HCL ടെക്നോളജി നോക്കുമ്പോഴേക്കും നല്ലൊരു സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1670 രൂപ, അതിനുശേഷം 1770. അതുപോലെ തന്നെ നമ്മൾ കൊഫോജ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു നല്ല സെറ്റപ്പാണ്. കാര്യം കൊഫോജിന്റെ കേസിൽ ഓൾറെഡി ട്രെൻഡ് റിവേഴ്സൽ നടന്നു കഴിഞ്ഞു. സോ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് അദാനിയുടെ ഒരു ഓഹരി തന്നെയാണ്. അദാനി ടോട്ടൽ ഗ്യാസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 2.3% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. 611 ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. അദാനി ടോട്ടൽ ഗ്യാസിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അദാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. നമ്മൾ നേരത്തെ അദാനി എനർജി സൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലത്തെ ഒരു മൂവ്മെന്റ് ഇതിൽ കാണാൻ സാധിച്ചില്ല. ബട്ട് അദാനി സ്റ്റോക്സ് നമ്മൾ ഹിസ്റ്ററി സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് അദാനി സ്റ്റോക്സിലൊക്കെ ഏകദേശം ഒരേ സമയത്ത് ഇതിലൊരു റിക്കവറി മൂവ്മെന്റ് ഒക്കെ കാണുന്നത്.
സോ താമസിക്കാതെ അഡാനി ടോട്ടൽ ഗ്യാസിലും ഞാനൊരു ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 650, അതിന് ശേഷമുള്ള മേജർ 2 റെസിസ്റ്റൻസ് 700, അതിന് ശേഷം 750. അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കിറ്റക്സ് ഗാർമെൻറ്റ്സ് ആണ്. കിറ്റക്സ് നോക്കുമ്പോൾ ഇന്നലെ 0.9% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 179 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ 8% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കിറ്റക്സിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, സോ സൂക്ഷിച്ചു വേണം ഇതിലൊരു പൊസിഷൻ എടുക്കാൻ. കാര്യം മാർക്കറ്റിൽ വോളറ്റിലിറ്റി വന്നു കഴിഞ്ഞാൽ ഇതിൽ ലിക്വിഡിറ്റി കണ്ടമാനം കുറയുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 195, അത് ബ്രേക്ക് ചെയ്യപ്പെട്ട ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ആംബറിനെ പറ്റിയാണ്. ആംബറിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് നിലവിൽ ഒരു 4% നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 7131 എന്നുള്ളതാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് ഈ ഒരു ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ആംബറിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 6700 രൂപയിലായിരിക്കണം സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 8100 രൂപ. സാർ, അവസാനമായി ഒരു സെക്ടർ വൈസ് ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ പല സെക്ടറുകളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നെങ്കിലും മാർക്കറ്റിൽ ഓട്ടോ സെക്ടർ ഇന്നലെ 1% മുകളിലുള്ള ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ US മാർക്കറ്റിലോട്ട് പോകുമ്പോഴും ഓട്ടോ കമ്പനികൾ പലതിലും ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഒരു ഓട്ടോ സൂചിക നോക്കുമ്പോൾ സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? വിഷ്ണു, ഞാൻ നേരത്തെ അമേരിക്കൻ വിപണിയെ കുറിച്ച് ഒരു ഒപ്പീനിയൻ നൽകിയപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് അമേരിക്കൻ വിപണിയിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ വിപണിയിൽ തീർച്ചയായിട്ടും ഐ എം എക്സ്പെക്ടിങ് ട്രെൻഡ് റിവേഴ്സൽ. സോ അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓട്ടോ സെക്ടറിലും അവിടുത്തെ ഓട്ടോ സ്റ്റോക്സ് ആയിട്ടുള്ള ഫോർഡ്, ടെസ്ല, ഇതിലൊക്കെ നമുക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. കഴിഞ്ഞ 2 ദിവസം കണ്ടിരിക്കുന്നത് ഇറ്റ് വാസ് ഓൺലി വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് മാത്രമേ ഞാനിപ്പോൾ അത് വിലയിരുത്തുന്നുള്ളൂ. നമ്മൾ ഇന്ത്യൻ ഓട്ടോ സെക്ടർ നോക്കുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫോഴ്സ് മോട്ടോഴ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ടാറ്റ മോട്ടോഴ്സിൽ നമുക്ക് ഇന്നലെ വലിയൊരു സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അത് ട്രംപിന്റെ ആ ഒരു ടാരിഫ് നടപടിയെ തുടർന്നായിരുന്നു. എങ്കിലും ഈവൺ ഇൻ ദ കേസ് ഓഫ് ടാറ്റ മോട്ടോറിന് 640 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ടാറ്റ മോട്ടോഴ്സിൽ ഈ ഒരു നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 690 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ലോങ് ടേം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. മാരുതിയുടെ കേസിൽ മേജർ ഒരു റെസിസ്റ്റൻസ് 12200 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. ബട്ട് ഈ 3 സ്റ്റോക്സിനെ അപേക്ഷിച്ച് എനിക്ക് ഇന്നലത്തെ മൂവ്മെന്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക് അടുത്ത കാലത്ത് ചെയ്യപ്പെട്ട ഹ്യുണ്ടായി മോട്ടോഴ്സ് ആയിരുന്നു. ഇന്നലെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഹ്യുണ്ടായിൽ വന്നിരുന്നു. 1920 രൂപ ആസ് ദ മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബജാജ് ഓട്ടോയുടെ കേസിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഹൈ ചാൻസസ് ഉള്ളത്. നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 850 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത 8400, 8800, 9200. സോ ഓട്ടോ മേഖലയിലും നമുക്ക് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. ഐ എക്സ്പെക്ട് ട്രെൻഡ് റിവേഴ്സൽ. സർ, വളരെ നന്ദി ഇത്രയും അപ്ഡേറ്റ്സ് നമുക്ക് ഷെയർ ചെയ്തതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസുമായി ഇനി മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. നന്ദി, നമസ്കാരം.